വെൽക്കം ടു യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീയക്കുട്ടിയുടെ അംഗനവാടി പ്രവേശനോത്സവമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നേരത്തെ എഴുന്നേറ്റും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ജൂൺ 3-ാം തീയതിയാണ്. ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലാണ് കേട്ടോ. ജൂൺ 3-ാം തീയതി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ നേഹയ്ക്ക് ഇന്നലെ ജൂൺ 2-ാം തീയതി സ്കൂൾ തുറന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പോണ നേരത്തെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വെയിലായി. ഇന്നിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല കാലാവസ്ഥ, കാലത്ത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ എപ്പോഴും മഴ പെയ്യാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങി വന്നപ്പോൾ നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ നമ്മുടെ ഡ്യൂട്ടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുക്കളയിൽ പോയി ഞാൻ ആദ്യം തന്നെ 2 ഗ്ലാസ് വെള്ളം കുടിക്കും. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കണമല്ലോ. നമ്മളുടെ കാര്യം നോക്കിയില്ലെങ്കിൽ വേറെ ആരും ഇല്ലെന്ന് നോക്കാൻ. ഞാൻ ഡെയിലി 2 ഗ്ലാസ് വെള്ളം കുടിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ ചായ ഒഴിക്കുള്ള വെള്ളമൊക്കെ ഒഴിച്ചു. ഇത് അരിയാണ്. അരി ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ റൈസ് കുക്കറിലാണ് വെക്കുക കേട്ടോ. ചോറ് ഞാൻ റൈസ് കുക്കറിലാണ് വയ്ക്കുക. അപ്പോൾ അരിയൊക്കെ ഇട്ടു. അപ്പോൾ തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാനതൊക്കെ ഇറക്കി വെച്ചു. ഇതിപ്പോൾ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മഴക്കാലമൊക്കെ ആയപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ടാണ് കുടിക്കണത്. അത് കഴിഞ്ഞപ്പോൾ നേരെ നേഹേനെ വിളിക്കാൻ വന്നു. പണികളൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോൾ ഒരു 6:30 ആയപ്പോൾ നേഹേനെ വിളിച്ചപ്പോൾ നേഹ കുറച്ച് നേരം കൂടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. വേഗം എണീറ്റോ എന്ന് പറഞ്ഞപ്പോൾ വേഗം എഴുന്നേറ്റും. പിന്നെ കാലത്തേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. ഇന്നിപ്പോൾ ഞാൻ നേന്ത്രപ്പഴവും പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഒരു പുഴുങ്ങിയ മുട്ടയും 3-4 കഷ്ണം നേന്ത്രപ്പഴമൊക്കെ കഴിച്ചിട്ട് നേഹ സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കായിട്ടാണ്. അവളുടെ കുളിയൊക്കെ കഴിഞ്ഞ് അവൾ സ്കൂളിലേക്ക് യാത്ര ചെയ്യും. അപ്പോൾ 8:15 വണ്ടി വരും. മെയിൻ റോഡിലേക്കാണ് വണ്ടി വരിക. നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് വീടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ചേട്ടൻ്റെ കൂടെയാണ് പോകുക. അപ്പോൾ നീക്കുട്ടി എഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ ചേച്ചിനെ കൊണ്ടാക്കാൻ പോകുന്നുണ്ട് എന്നിട്ട് അപ്പോൾ 3 കൂടിയിട്ട് വണ്ടിയുമ്പോൾ പോവാണ്. വൈകിട്ട് വരുമ്പോൾ ഞാനും നീക്കുട്ടിയും നടന്നു പോയിട്ട് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ എനിക്ക് ടാറ്റയൊക്കെ തന്നിട്ട് നീക്കുട്ടി ചേച്ചിനെ കൊണ്ടാക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് സ്കൂളിലേക്ക് പോകാൻ. കഴിഞ്ഞ് ചേട്ടൻ വന്ന് കൊണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ചേട്ടനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് കുളിച്ച് വേഗം ഡ്രസ്സ് മാറി അംഗനവാടിയിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ അതിനും അംഗനവാടിയിലേക്ക് പോകാനും കുറച്ച് നടക്കണം. അപ്പോൾ ഞങ്ങൾ നടന്നിട്ട് വേഗം പോവാണ്. അപ്പോൾ നീക്കുട്ടിക്ക് നടക്കാൻ ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമില്ല, എടുക്കാനൊന്നും പറയില്ല ആൾ. നടന്നുകൊണ്ട് പറയുമ്പോൾ പിന്നെ ഞാൻ പതുക്കെ നടക്കുള്ളൂ, കാല് കഴക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ അംഗനവാടിയുടെ അവിടേക്ക് എത്തിയിട്ടാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോസൊക്കെ എടുത്തു, ചേട്ടന് അയച്ചു കൊടുക്കാനൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ സുന്ദരി കുട്ടിയായിട്ട് നിന്നിട്ടുണ്ട്. കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ, അംഗനവാടി ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ ദിവസം മാത്രം. അപ്പോൾ പേരൻസിനും കൂടി ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. ഞങ്ങൾ വലതുകാലമൊക്കെ വെച്ച് അകത്തേക്ക് കയറി. അപ്പോൾ ആ ഉള്ളിൽ അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്ത് ബലൂണൊക്കെ വെച്ച് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അംഗനവാടി അടിപൊളിയാണ്. പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കൗൺസിലർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് കൗൺസിലർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരം എത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കൗൺസിലർ എത്തി. പിന്നെ വാർഡിലുള്ള 2 ആശാ വർക്കർമാരും ടീച്ചർ എല്ലാവർക്കും സ്വാഗതം ടീച്ചർ സ്വാഗതം പറയണം കേട്ടോ. അപ്പോൾ കുറച്ച് കുട്ടികളുണ്ടല്ലോ കേട്ടോ അവിടെ. അപ്പം പിന്നെ സാധാരണ എല്ലാ അംഗനവാടികളിലും കരച്ചിൽ കേൾക്കാറുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ കേട്ടിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാർ കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ധൈര്യത്തിലാണ് മക്കൾ ഇരിക്കണത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പഠിച്ച കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തു. പിന്നെ പുതിയതായി വന്നവർക്ക് ഗിഫ്റ്റ്, അത് ക്രയോണാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയത്. അപ്പോൾ അത്
കുട്ടിക്ക് കിട്ടിയതേ തൊപ്പിയുമൊക്കെ വരച്ചുകൊണ്ടിരിക്കണവള്. അവൾക്ക് ഇഷ്ടമായി. അങ്ങനെ വർത്താനൊന്നുമില്ല അവള് ആരോടും, അങ്ങനെ ഒന്നും സൈലൻ്റാണ്, കരച്ചിലൊന്നുമില്ല. അപ്പം നമ്മളുള്ള കാരണമായിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് ഇതാണ് ഇത്രയേ ഉള്ളൂ കേട്ടോ കുട്ടികൾ. പിന്നെ അത് 2 ടീച്ചർമാരും. പിന്നെ അന്നത്തെ ദിവസം നമുക്ക് പാരൻസിനും അവിടെ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ചെന്ന സമയത്ത് അവർ സ്വീറ്റ്സ്, പിന്നെ എന്താ പറയുക, മാമ്പഴം, ചായ ഇതൊക്കെയാണ് തന്നത്. അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്കും ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എല്ലാവരും അവിടെ ഇരുന്നു, അത് കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കഴിഞ്ഞിട്ടും മക്കളെയും കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ അത് കഴിച്ചു. അതൊക്കെ അടിപൊളിയായിരുന്നു. സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അംഗനവാടി പണ്ടത്തെ പോലെ ഒന്നല്ല, ഇപ്പം അടിപൊളിയാണ്. ഭക്ഷണവും കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. ഓക്കെ, ബായ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ. ഓക്കെ.